ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിന്റെ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി സംതൃപ്തിയും സമാധാനവും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരും സൽക്കർമ്മകാരികളുമാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റിളയും മഹബ്ബത്തും നേടിയെടുക്കുന്ന സന്മാർഗികളായ സത്യവിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം നശ്വരവും നൈമിഷികതയും അനിശ്ചിതാവസ്ഥതയും ഉള്ളതാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും, അപകടങ്ങള്, ആകസ്മികമായുള്ള ദുരന്തങ്ങളും അതേപോലെ പൊടുന്നനെയുള്ള വേർപാടുകളും പല ചിന്തകളും നമുക്ക് നൽകുന്നുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള ആശങ്കയിൽ നിന്ന് സംരക്ഷിതരായി തീരുക എന്ന് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിധിയുടെ ഭാഗമായി കൊണ്ട് പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും പല വിധത്തിലായി നമ്മിലേക്ക് എത്തുമെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ആത്മീയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പഠിപ്പിച്ച പലതും നമ്മിൽ ഇല്ലാത്തത് കൊണ്ട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദുരന്തങ്ങളും അഭിമുഖീകരിക്കുന്ന ഹതഭാഗ്യരായി നമ്മൾ മാറാൻ പാടില്ല. ഒരു വിശ്വാസി പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ, അതുമല്ലെങ്കിൽ രഹസ്യ പരസ്യ ജീവിതത്തിലും അതേപോലെ തന്നെ തനിച്ചായിരുന്നാലും ആൾക്കൂട്ടങ്ങൾക്കിടക്കായിരുന്നാലും വീട്ടിലായിരുന്നാലും ജോലിസ്ഥലങ്ങളിലായിരുന്നാലും വെറുതെ ഇരിക്കുമ്പോഴും യാത്രയിലുമായിരുന്നാലും ഒക്കെ സംരക്ഷിതരായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ട നാമങ്ങൾ 99 എങ്കിൽ ഉത്കൃഷ്ട നാമങ്ങളിൽപ്പെട്ട ഒരു നാമം അല്ലാഹു ഹഫീളാണ് എന്നാണ്. അല്ലാഹു ഹഫീളാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു വിശ്വാസികളെ നമ്മെ സംരക്ഷിക്കാമെന്ന ബാധ്യത ഏറ്റെടുത്തവനാണ്. അല്ലാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകണം. നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ സംവിധാനങ്ങളാണോ ഒരുക്കിയിട്ടുള്ളത് എങ്കിൽ അതെല്ലാം നമുക്ക് ലഭിക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയമായ കൂടുതൽ ഉത്ബുദ്ധത കാണിക്കുകയാണ് എങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമുക്ക് അതിജീവനവും സംരക്ഷണവും നേടിയെടുക്കാൻ കഴിയും. ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ അതേപോലെ തന്നെ പത്രങ്ങളിൽ മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതൊക്കെ വിധിയുടെ ഭാഗമായി വരുമെന്ന് നമ്മൾ പറയുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ വാഗ്ദാനം നൽകിയിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത നമുക്കുണ്ട്. ഇപ്പൊ ഇന്നലെ പത്രത്തിൽ ഇന്നുമൊക്കെ ഉള്ളാളിൽ ഒരു കുടുംബം തൊട്ടപ്പുറത്തെ വീടിന്റെ മതിലിടിഞ്ഞ് 4 പേര് മരിക്കുകയാണ്. അതേപോലെ തന്നെ തീപിടുത്തം, പ്രവാസ ലോകത്ത് കുവൈത്തിലെ ദുരന്തം നമ്മൾ മറന്നിട്ടില്ല. അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ആക്സിഡന്റുകൾ. ഒരു യാത്ര ചെയ്യുന്ന ഒരു സഹോദരൻ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, ബർത്ത് വീണുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ആലോചിച്ച് നോക്കണം, നമ്മൾ മരണം വരുന്ന വഴി എന്ന് പറയുന്നത് ഇങ്ങനെ പല വിധത്തിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നമ്മുടെ ഈ നൈമിഷികമായ വളരെ കുറഞ്ഞ ആയുസ്സുള്ള ആ ആയുസ് എപ്പോൾ നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കാത്ത ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ റബ്ബിന്റെ സംരക്ഷണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ വന്നു ഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് പല വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് സംരക്ഷണം ലഭിക്കേണ്ടത്. അള്ളാഹുവിന്റെ സംരക്ഷണം ലിൽ അബ്ദി, തന്റെ അടിമക്ക് വിശ്വാസിക്ക് ലഭിക്കേണ്ടത്
പ്രധാനമായിട്ടും 3 കാര്യങ്ങളിൽ. അതൊന്ന് ഷുറൂറു ദുനിയ, ദുനിയാവിന്റെ ഒരുപാട് ഷർറുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അഥവാ സചേതനമല്ലാത്ത അചേതനമായ വസ്തുവകകളിലൂടെ വരുന്ന ദുരന്തങ്ങളുണ്ട്. അത് മതിലിടിഞ്ഞാകാം, പ്രകൃതി ദുരന്തങ്ങളാകാം, വെള്ളപ്പൊക്കമാകാം, മറ്റെന്തുമാകാം. അതേപോലെ തന്നെ അദൽ ഖൽഖി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. അത് മനുഷ്യരിൽ നിന്നാകും, ജീവജാലങ്ങളിൽ നിന്നുണ്ടാകും, മൃഗങ്ങളിൽ നിന്നുണ്ടാകും, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വൈറസുകളിൽ നിന്ന്, ഇങ്ങനെ പലതരത്തില് നമുക്ക് ഉപദ്രവങ്ങളും ഷർറുകളും ഉണ്ടായിത്തീരും. അതിലും അള്ളാഹു നമ്മുടെ കാവലാളായി തീരണം. അതുപോലെ തന്നെ ആത്മീയമായി നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥത്തിൽ പരിക്കേൽപ്പിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന വസ്വാസു ശയാത്തീൻ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ നമുക്ക് ലഭിക്കണം. കാരണം ഇന്ന ശൈത്താന ലക്കും അദവ്വുൻ മുബീൻ, പിശാച് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നാണ്. അവ നിങ്ങളുടെ എല്ലാ സംരക്ഷണവും, ആത്മീയമായ സംരക്ഷിതമായ സന്മാർഗം, അതിൽ നിന്ന് നിങ്ങളെ തെന്നിമാറ്റുന്നതിന് വേണ്ടി, വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി പിശാച് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പിശാച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശുബഹാത്തുകളിൽ നിന്ന്, അവ്യക്തതകളിൽ നിന്ന്, അതേപോലെ തന്നെ ശഹവാത്തുകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, അങ്ങനെ അവ്യക്തതകളിലൂടെയും ദേഹേച്ഛകളിലൂടെയും മതത്തിന്റെ ചിഹ്നങ്ങളെയും ഷിആറുകളെയും, അതേപോലെ തന്നെ വിശ്വാസത്തെയും ആദർശത്തെയും ദൈവീക ബോധനങ്ങളെയും അനുഷ്ഠാന മുറകളെയും ഒക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ കൊഞ്ഞനം കുത്തുകയോ, അതിൽ നിന്ന് മാറി നിൽക്കുകയോ, തെന്നിമാറുകയോ, അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും പടച്ച റബ്ബിന്റെ സംരക്ഷണം തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇത് ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാകും. ഈ 3 ആയിരുന്നാലും, ഷുറൂറു ദുനിയയായിരുന്നാലും, ദുനിയാവിൽ നിന്ന് വരുന്ന സചേതനമല്ലാത്ത അചേതനമായ കെടുതികളിലൂടെ ആയിരുന്നാലും, അതേപോലെ സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളായിരുന്നാലും, ശൈത്താനിയത്തുകളായിരുന്നാലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹഫീളായി തീരേണ്ടതുണ്ട്. അള്ളാഹു അത് ഏറ്റെടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ നിരവധി സൂക്തങ്ങളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്തിൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അല്ലാഹുവാണ് നിങ്ങളെ സംരക്ഷിക്കുന്ന ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത്. വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാരുണ്യം കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവൻ. അതേപോലെ തന്നെ 6-ാം അധ്യായം സൂറത്തു അൻആമിൽ, അതേപോലെ തന്നെ സൂറത്ത് ശൂറയിലെ 6-ാം സൂക്തത്തിൽ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിശ്വാസികളുടെ സഹായിയായി തീരുന്നത്. അവിടെ വലിയുല്ലദീന എന്നതിന്റെ തഫ്സീറിൽ ഹാമീഹിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കുന്നതാണ്. കാഫിലുഹും വ മഅി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മതിയാകുന്നവനാണ്. എല്ലാ വമഅയ്യഹും, അവരുടെ കൂടെ റബ്ബ് സദാ ഉണ്ടായിരിക്കുന്നവനാണ്. അഥവാ അല്ലാഹ് പൂർണ്ണാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കുമെന്നാണ് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ അല്ലാഹു വലിയുല്ലദീന ആമനു എന്ന് പറയുന്നതിന്റെ വിവക്ഷ. അതേപോലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 159-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ഹഫീളുൻ ബിമാ തസ്നഊൻ, തീർച്ചയായിട്ടും പടച്ച റബ്ബ് അങ്ങനെ നിരീക്ഷിക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്. ബിമാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നന്മയിലൂടെയാണ് നിങ്ങളുടെ സഞ്ചാരമെങ്കിൽ നിങ്ങളെ പടച്ച റബ്ബ് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 51-ാമത്തെ ആയത്തിൽ വലിയഅലമല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസികളായ ആളുകൾ അറിയേണ്ടതുണ്ട് അന്നല്ലാഹ ഹഫീളുൻ അലൈഹിം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഹഫീളാണ്, സംരക്ഷകനായിട്ടുണ്ട് എന്ന്. നേരത്തെ പറഞ്ഞ 3 വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സംരക്ഷകനായിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ആ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? അള്ളാഹു നമ്മെ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ നമുക്ക് ലഭിക്കപ്പെടാതെ പോകുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻഫിത്താർ 87-ാം അധ്യായം സൂറത്തുൽ ഇൻഫിത്താറിലെ 12-ാമത്തെ ആയത്താണ് ആമുഖമായി ഓതിക്കേൽപ്പിച്ചത്. വഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മേൽ ചില ഹഫളത്തുകളായി മലായിക്കത്തുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. നമ്മൾ അള്ളാഹുവിലാണ് ബരമേൽപ്പിക്കേണ്ടത്.
അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്. അഭൗതികവും ഭൗതികവുമായിട്ടുള്ള സംരക്ഷണം പടച്ച റബ്ബിൽ നിന്നാണ് ലഭിക്കേണ്ടത്. പക്ഷേ അള്ളാഹു പ്രത്യേകമായി സംവിധാനിച്ചിട്ടുള്ള മലക്കുകളെ ഹഫളത്തുകളായിക്കൊണ്ട് ആ മലക്കുകളുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുക്കുന്നതിനനുസരിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അത് ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച, അവൻ നിശ്ചയിച്ച, അവൻ നിയന്ത്രിക്കുന്ന, അവന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒരു ലോകത്ത് അഭൗതികമായി, അദൃശ്യമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നാദാ നിന്റെ സംരക്ഷണവും സഹായവും സദാ എനിക്ക് വേണമെന്ന ചിന്ത വിനയത്തോടുകൂടി വിശ്വാസ വിശുദ്ധിയോടെ ഒരു മുഅ്മിൻ തേടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം. ഹിമായത്തുല്ലാഹി വതുർഖുഹാ ഫി ഹയാത്തിൽ മുസ്ലിം. ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ലഭിക്കാനുള്ള മാർഗങ്ങൾ അവൻ മനസ്സിലാക്കുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും പാലിക്കാതെ അള്ളാഹ് എന്നെ സംരക്ഷിച്ചുകൊള്ളും, എല്ലാം റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു എന്നെ ഏറ്റെടുത്തിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ബാല്യത്തിലേക്ക് കടന്നു വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, യാ ഗുലാം, അല്ലയോ ബാല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന സാരോപദേശമുണ്ട്. അതിലൊരു ഉപദേശമാണ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ പടച്ച റബ്ബ് നിന്നെ സംരക്ഷിക്കുന്നതാണ്, അവൻ നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന് പറയാൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിശദീകരണം? അള്ളാഹുവിന്റെ കൽപ്പനകൾ നീ സൂക്ഷിക്കുക എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനീപരമായി നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ നിർവഹിക്കണം. ഹറാമും ഹലാലും, അതേപോലെ തന്നെ ശിർക്കും തൗഹീദും, സുന്നത്തും ബിദ്അത്തും, ധർമ്മവും അധർമ്മവും, അതേപോലെ ന്യായവും അന്യായവും, ഈ മേഖലകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ഹലാലിന്റെ കൂടെയാണ്, സുന്നത്തിന്റെ കൂടെയാണ്, തൗഹീദിന്റെ കൂടെയാണ്, ധർമ്മത്തിന്റെ കൂടെയാണ്, സൽക്കർമ്മനിരതമായ ജീവിതമാണ്. ഇത് നമ്മൾ പാലിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അഥവാ തഖ്വയോടെ, സൂക്ഷ്മതയോടെ, ഖുശൂഅോടെ, ഭയഭക്തിയോടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കും. അള്ളാഹുൽ ഭരമേൽപ്പിച്ചാൽ അവൻ നമ്മുടെ സംരക്ഷകനായി കടന്നു വരും. ഒരു പൊട്ടക്കിണറ്റിൽ ഒന്നുമല്ലാതെ ജീവിതം അവസാനിക്കേണ്ടിയിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരണാധികാരത്തിലേക്ക് എത്തിച്ചു എങ്കിൽ, അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു എങ്കിൽ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീ തണുപ്പായി തീർന്നു എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ഹഫീളായി മുൻഗാമികളായ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണ സമയത്ത് കടന്നു വന്നതുപോലെ നമ്മുടെ ഹഫീളായിട്ടും അള്ളാഹു കടന്നു വരുന്നതാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസ സമയത്ത് പടച്ച റബ്ബിനോട് തേടുകയാണ്. എന്താണ് ആ ലൊറ് എന്ന് പറയുന്നത്? ആ ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രാരാബ്ദങ്ങൾ, ആവലാദികൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളും ഈ കാലികമായ ലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും തന്നെയാണ്. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമ്പത്ത് നഷ്ടപ്പെടുകയുണ്ടായി, അതേപോലെ തന്നെ കുടുംബം നഷ്ടപ്പെടുകയുണ്ടായി, അതുപോലെ തന്നെ ശാരീരികമായ സൗഖ്യം, ആരോഗ്യം നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ ഒന്ന് മാത്രം നഷ്ടപ്പെട്ടില്ല, തഖ്വ നഷ്ടപ്പെടുത്തിയില്ല, ഖുശൂഅ നഷ്ടപ്പെടുത്തിയില്ല, അതേപോലെ തന്നെ തവക്കുൽ നഷ്ടപ്പെടുത്തിയില്ല, വിശ്വാസത്തിൽ മായം കലർത്തിയില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ഹഫീളായി, സംരക്ഷകനായി, സഹായിയായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്ക് വന്നു. ഫകശഫ്നാ എന്നാണ് സൂറത്തുൽ അംബിയായിലെ തുടർന്നു വരുന്ന ആയത്തിലൂടെ അള്ളാഹ് അറിയിക്കുന്നത്. എല്ലാം നാം മാറ്റിക്കൊടുത്തു എന്നാണ്. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ പറയുന്നത് പടച്ച റബ്ബിന്റെ അടിമത്വം സ്വീകരിച്ച, അള്ളാഹുവിനെ ആരാധിക്കുന്ന
പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൽ തീർച്ചയായിട്ടും ചിന്തയുണ്ട്, ഉത്ബോധനമുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചു തരികയാണ്. ഹദീസിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ പടച്ച റബ്ബ് തിരിച്ചു നൽകിയതിന്റെ വ്യാഖ്യാനത്തിൽ ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തതിൽ കാണാം, ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു സ്വർണം വരെ ഇറക്കി കൊടുത്തു എന്നാണ്. അപ്പൊ ഭൂമിയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കണം, ബറകാത്തിൻ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്നും അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്താണ് മാർഗം എന്ന് പറയുന്നത്? പ്രവാചകന്മാരുടെ മാർഗമാണ്. എന്താണ് മാർഗം എന്ന് പറയുന്നത്? വിശ്വാസ വിശുദ്ധിയാൽ. എന്താണ് മാർഗം എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുക എന്നതാണ്. ആ മാർഗമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതേപോലെ തന്നെ അദാഉൽ മസീദ് മിനൽ ഇബാദാത്തി വൻ നവാഫിൽ, ഐച്ഛികമായ കാര്യങ്ങളും ആരാധനാ കർമ്മങ്ങളും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഇങ്ങനെ അടുക്കുകയാണ്. ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ ഒരു അടിമ റബ്ബിലേക്ക് സുന്നത്തുകൾ വർദ്ധിക്കുന്നതിലൂടെ അടുക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ള പിന്നെ ഏറ്റെടുക്കും. അള്ളാഹിനെ ഓർത്തു കഴിഞ്ഞാൽ അള്ള ഇങ്ങോട്ടും ഓർക്കും. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം, അത് കുർക്കും, എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് എന്നാണ്. അപ്പൊ നമ്മൾ സമ്പന്നതയിൽ പടച്ച റബ്ബിനെ ഓർത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ അള്ളാഹു നമ്മെ ഓർക്കുന്നതാണ്. അതേപോലെ തന്നെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ പരസ്യ ജീവിതത്തിൽ പരിഹാസ്യമാകുന്ന രംഗങ്ങളിൽ പടച്ച റബ്ബ് നമ്മെ സംരക്ഷിക്കുന്നതാണ്. അതേപോലെ ആരോഗ്യ സമയത്ത് ആഫിയത്തിന്റെ വേളയിൽ അള്ളാഹുവിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ രോഗം വരുന്ന സമയത്ത് അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ്. അത് അള്ളാഹ് ഏറ്റെടുത്തതാണ്. ആ ഏറ്റെടുത്തതിന്റെ വിവിധ തലങ്ങൾ അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പാലിക്കണം എന്ന് മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് ഈ പ്രഭാതത്തിൽ അവരുടെ ഓരോ പ്രഭാതത്തിലും നീ അനുഗ്രഹം നൽകണമേ എന്നാണ്. അഥവാ ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് സന്തോഷത്തോടെ അനുഗ്രഹീതമായി ആരംഭിക്കണമെന്നാണ്. പക്ഷെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ സംരക്ഷണയിൽ ആയിക്കൊണ്ട് ജോലി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച എത്ര പേർ നമ്മളിലുണ്ട്. അതേപോലെ നമ്മുടെ മക്കളിൽ അള്ളാഹുവിന്റെ ഹഫളത്ത്, അള്ളാഹുവിന്റെ ഹിഫള്, അവന്റെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് കലാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക് പോയവർ എത്ര പേരുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സല്ല സുബ്ഹ, ആരാണോ സുബ്ഹ് നമസ്കാരം അതിൻ്റെതായ സമയത്ത് നിർവഹിക്കുന്നത് എങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ്. സുബയ്യത്തിന്റെ സമയത്ത് നിർവഹിച്ച് പ്രഭാതത്തിൽ അനുഗ്രഹീതമായ സമയമാക്കി തീർത്തുകൊണ്ട് പിന്നെ ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, മറ്റുള്ള ഏർപ്പാടിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഹഫീളായി സംരക്ഷിക്കുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു നമ്മെ സംരക്ഷിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അൽ അദ്ഇയതു വൽ അദ്കാർ, പ്രാർത്ഥനകളും ദിക്ർ ദുആകളും ഒക്കെ പ്രഭാതത്തിൽ നിർവഹിക്കേണ്ടത്, പ്രദോഷത്തിൽ നിർവഹിക്കേണ്ടത്. അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ നീ സൃഷ്ടിച്ചതിന്റെ സർവ്വ കെടുതിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് എന്ന് സായാഹ്ന സമയത്ത് 3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതം വരെ എല്ലാ തരത്തിലുമുള്ള കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. അതേപോലെ തന്നെ രാത്രി പ്രഭാതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സായാഹ്ന സമയം വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്നാണ്. ഈ പ്രാർത്ഥനകളെ, ഇത്തരത്തിലുള്ള ദിക്റുകളെ നമ്മൾ ചൊല്ലാറുണ്ടോ, പറയാറുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹു നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കും. വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, അള്ളാഹു നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കും. അതേപോലെ തന്നെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ പ്രാർത്ഥനാ നിർഭരമായ ദൈനംദിന ജീവിതത്തിൽ ദിക്റുകളും ദുആകളും പഠിപ്പിക്കപ്പെട്ട പ്രകാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹഫീളായി, നമ്മുടെ സംരക്ഷകനായി കടന്നു വരും. അതല്ലാതെ 99 ഉത്കൃഷ്ട നാമങ്ങളിലുള്ള വെറും ഒരു നാമമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായും ലഭിക്കേണ്ട അഭൗതികമായ, അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സംരക്ഷണവും സഹായവും നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നാമവിശേഷണം എന്ന് പറയുന്നത്. അത് ലഭിക്കാൻ
പാകത്തിലുള്ള ദീനീബോധം നമ്മൾ നേടിയെടുക്കുകയും നിർവഹിക്കേണ്ട സമയത്ത് അത് നിർവഹിച്ച് അള്ളാഹുവിന്റെ സംരക്ഷണത്തില് അള്ളാഹുവിന്റെ തണലിലും കാവലിലും ജീവിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതരിൽ ഉൾപ്പെടുക അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ, സംരക്ഷിക്കുമാറാകട്ടെ. حمدا كثيرا طيبا مباركا فيه صلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി പാലിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ദീനിനെ പ്രയോഗവൽക്കരിക്കുന്ന സൽക്കർമ്മകാരികളും ഉത്ബുദ്ധരുമായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഈ കഴിഞ്ഞ ബുധനാഴ്ച അഥവാ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നു. നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ അതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതേപോലെ തന്നെ പത്രങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ, ലഹരിയുടെ വ്യാപനം, അതിൻ്റെ കെടുതികൾ, അതിൻ്റെ ദുരന്തങ്ങൾ, ആ ദുരന്തത്തിന് ഇരയായവർ, അതിൽ നിന്ന് എങ്ങനെയാണ് സമൂഹം, കുടുംബം നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് എന്ന സന്ദേശം കൈമാറിക്കൊണ്ടുള്ള വിശകലനങ്ങളും ചർച്ചകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധ കൊടുത്തിരുന്നു എങ്കിൽ 1987 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം, ലഹരി പണ്ടത്തെ പോലെയല്ല. പണ്ട് ഏതെങ്കിലും ചെറിയ വലിയും പുകക്കലും ഒക്കെ ആയിരുന്നു എങ്കിൽ ഇന്ന് അതിൻ്റെ രൂപവും കോലവും ഭാവവും ഭാവവും മണക്കുന്നതും രുചിക്കുന്നതും വെക്കുന്നതും ചവക്കുന്നതും ഒക്കെയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് LSD സ്റ്റാമ്പായിട്ടും MDMA ആയിട്ടും കൊക്കൈനും ആംഫെറ്റാമിനും അതേപോലെ തന്നെ എക്സ്റ്റസിയും മദ്യത്തിന്റെ വ്യാപനങ്ങളും ഒക്കെയായി ലഹരിയുടെ ബീഭത്സകമായിട്ടുള്ള ദ്രംഷ്ടകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കേസുകൾ. ഇപ്പൊ കഴിഞ്ഞ മാസം ബഹ്റൈനിൽ നിന്നൊരു സുഹൃത്ത് വിളിക്കുകയാണ്. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഡി അഡിക്ഷൻ ക്യാമ്പിൽ ഏറ്റവും നല്ല സെന്റർ ഏതാണ് എന്നാണ്. തിരൂരിലുള്ളതാണോ അതല്ല പെരിന്തൽമണ്ണയിലുള്ളതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ ഉണ്ടായത് എന്ന്. മകൻക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ +2 ആണ് പഠിക്കുന്നത്, ഞാൻ അറിഞ്ഞില്ല അവന് ലഹരിക്ക് അഡിക്റ്റായി അവന്റെ അക്കാഡമിക് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. ആലോചിച്ച് നോക്കൂ. ആത്മീയതയും ദൈക്ഷണികതയും വിദ്യാഭ്യാസവും കുടുംബവും സദാചാരവും സർവ്വതും നഷ്ടപ്പെടുത്തുന്ന വലിയ മഹാമാരിയായിട്ട് കോവിഡ്, നിപ വൈറസ്, അതല്ലെങ്കിൽ ക്യാൻസർ, മാറാ രോഗങ്ങളൊക്കെ പ്രചരിക്കുന്നതിനേക്കാളും വ്യാപിക്കുന്നതിനേക്കാളും വേഗത്തിലാണ് ലഹരിയുടെ വൈറസ് കൗമാരങ്ങൾക്കിടക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇനിയും അറിയാതെ പോകരുത്. എത്രയോ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്ന് നിങ്ങൾ ഓരോ ദിവസം പത്രമെടുത്ത് പരിശോധിച്ചാൽ 4, 5, 6 കേസുകളാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഒന്നിൽ ലഹരിയുടെ നേരിട്ടുള്ള വിൽപ്പനയും കാര്യങ്ങളും അതിന്റെ ദുരന്തവും, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ലഹരിയുടെ ഇരയായി മാറുക. ഡോക്ടർ വന്ദനാദാസ് നമ്മൾ മറന്നുപോയിട്ടില്ല. എത്രയോ കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, എത്രയോ സ്ത്രീകൾ വിധവകളായത്, എത്രയോ മക്കളുടെ പഠനം നിലച്ചുപോയത്, അച്ഛന്, ഉപ്പ, വേണ്ടപ്പെട്ടവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കട്ടിലിന്റെ ചുവട്ടിലേക്ക് പോകേണ്ടി വരുന്നവർ, SLCയിലും +2വിലും അക്കാഡമിക് രംഗത്ത് മികവ് നഷ്ടപ്പെടാനുള്ള കാരണം രക്ഷിതാക്കളിൽ ആരെങ്കിലും ലഹരി ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി കുടുംബത്തിന്റെ സ്വസ്ഥപൂർണമായ അന്തരീക്ഷം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അക്കാഡമിക് നഷ്ടപ്പെട്ട് ആത്മീയത നഷ്ടപ്പെട്ട് സാമൂഹ്യ വിരുദ്ധരായി മാറി എത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, നാടുകളിൽ, പ്രദേശങ്ങളിൽ, ചുറ്റുപാടുകളിലുണ്ട്. അതാണ് ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്നാണ് കുന്നമംഗലത്ത് യുവതി ഉൾപ്പെടെ 4 പേര് അറസ്റ്റിലായി. 141 ഗ്രാം MDMA-യുമായിട്ടാണ് അവര് പിടികൂടപ്പെട്ടത്. 141 ഗ്രാം, കിലോ കണക്കിന്റെ അളവല്ല. MDMA അങ്ങനെയാണ്, മനസ്സിലായില്ലേ? രാസലഹരികള് ഒരു ചെറിയ പൊടി അകത്താക്കി കഴിഞ്ഞാൽ തന്നെ
നമ്മൾ പറയും ഒരു മുട്ടുസൂചിയുടെ തലപ്പ്, ഒരു പിന്നിന്റെ തലപ്പ് കൊണ്ട് MDMA പദാർത്ഥത്തിൽ കുത്തി, എന്നിട്ട് ആ മുട്ടുസൂചിയുടെ പിന്നിന്റെ തലപ്പത്ത് പറ്റിപ്പിടിച്ച ആ ചെറിയ അളവ് അകത്താക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ അകത്താക്കിയവൻ വിഭ്രാന്തിയിലായി, ഒരു സ്പെഷ്യൽ എനർജിയായി. പിന്നെ ഏത് ഡാൻസും കാര്യങ്ങളും കോളേജിലെ സ്കൂളുകളിലെ ടൂറുകൾ യാത്രകളിലൊക്കെ അവർക്ക് ഒരു 5, 10, 15, 20, 24 മണിക്കൂർ അതിൻ്റെ ഒരു സിനർജി പ്രത്യേകം ലഭിക്കുമെന്നാണ്. ആലോചിക്കണം, നമ്മൾ ലൈംഗിക ചൂഷണത്തിന് വരെ വിധേയമായിക്കൊണ്ടിരിക്കുക. 9ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി സ്കൂൾ കേന്ദ്രീകരിച്ച് ലഹരിയുടെ റാക്കറ്റിൽ അതിൽ അകപ്പെട്ട് എങ്ങനെയാണ് അവൾ പെട്ടത്? മൊബൈൽ ഉപയോഗത്തിലൂടെ. മൊബൈലിലൂടെയാണ് എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അത് ആദ്യം ഉപയോഗിക്കാൻ, പിന്നെ അടിമയായി തീരാൻ, പിന്നെ വിൽപ്പനക്കാരായി മാറുകയാണ്. ആലോചിക്കണം, നമ്മൾ സ്കൂളുകളൊക്കെ കലാലയങ്ങളെ ഫോക്കസ് ചെയ്യാണ് ഇരുട്ടിന്റെ ശക്തികൾ. കാരണം ഒരു അങ്ങാടിയിൽ വന്ന് ഇതിന്റെ വിൽപ്പന ആരംഭിച്ച് ഓരോരുത്തരെയും കണ്ണികളാക്കാൻ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം, ഒരുപാട് സമയമെടുക്കും. എന്നാൽ ഒരു സ്കൂൾ, ഒരു കലാലയം എന്ന് പറയുന്നത് നൂറുകണക്കിന് ആളുകൾ പഠിക്കുന്ന, കുട്ടികൾ പഠിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഒരു കുട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് അതിലൂടെ എത്തിച്ചേരാൻ കഴിയും, സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചേരാൻ കഴിയും, ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക്, അങ്ങനെ 1ൽ നിന്ന് 10, 10ൽ നിന്ന് 100, 100ൽ നിന്ന് 1000 എന്ന നിലക്ക് കണ്ണികളായി മാറുന്ന എത്രയോ രംഗങ്ങൾ, റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. എത്രയോ കുടുംബങ്ങൾ ഇതിന്റെ ആദിയിലും പ്രയാസങ്ങളിലുമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ലഹരി വിരുദ്ധ ദിനമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക. ഈ അടുത്തൊരു റിപ്പോർട്ട് ഇന്നലെ മിനിയാന്ന് വന്നതാ. ഇവിടെ മാത്രമല്ല, മറിച്ച് ഗുജറാത്ത് പോർട്ടില് കണ്ടെയ്നറുകളായിട്ട് ലഹരി വരിക. കണ്ടെയ്നറുകള്, ഇലക്ട്രോണിക് ഉപകരണങ്ങളല്ല, കണ്ടെയ്നറുകളായിട്ട് ലഹരി വരിക. ഇത് ഗുജറാത്ത് പോർട്ടിൽ വന്നിട്ട് ഇത് എവിടേക്കാണ്? വിവിധ സ്റ്റേറ്റുകളിലേക്ക്, വിവിധ ഗ്രാമങ്ങളിലേക്ക്. അതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളായി നമ്മുടെ മക്കളുടെ ബാഗിലും അതേപോലെ തന്നെ കീശയിലും അതേപോലെ ജോമെട്രിക് ബോക്സുകളിലും ഒക്കെ വരുന്നത് ഗുജറാത്തിലെ പോർട്ടിലൊക്കെ, ബോംബെ പോർട്ടിലൊക്കെ വന്നിട്ടുള്ള കണ്ടെയ്നറുകളിലുള്ള ചെറിയ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. താൻസാനിയയിൽ നിന്നുള്ള യുവതിയാണ് കൊക്കൈൻ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയിട്ട് കൊച്ചിയിൽ പിടിക്കപ്പെട്ടത്. കൊക്കൈന് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങി പിടിക്കപ്പെടുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ അന്വേഷണത്തിൽ ഇതിനടക്കം അവള് കൈവശപ്പെടുത്തിയത് എന്നാണ്. ഓഫറുകളാണ്. 1 ഗ്രാം MDMA 10 ഗ്രാം ഇന്ന സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ 1 ഗ്രാമിന് 1000 രൂപ തരാൻ കമ്മീഷൻ. 1 ഗ്രാം MDMA വില 5000, 6000 രൂപയാണ്. ബാധ്യത ഉപയോഗിക്കാൻ കൊടുക്കുക, പിന്നെ ഇതിന്റെ കാരിയർ ആക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരോടും പണം ചോദിക്കാതെ, ജ്യേഷ്ഠനോട് ചോദിക്കണ്ട, വാപ്പാനോട് ചോദിക്കണ്ട, ഉമ്മാന്റെ കയ്യും കാലും പിടിച്ച് ഉമ്മാനെ മീഡിയേറ്റർ ആക്കിയിട്ട് വാപ്പാനോട് കാര്യം ചോദിച്ച് പണം വശത്താക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നൽകാൻ പുറത്തുള്ള ഗ്യാങ്ങുകളുണ്ട്. നമ്മുടെ മക്കൾ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ മദ്യത്തിന്റെ കണക്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 13ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. 13ാമത്തെ വയസ്സ്, 28, 30 ഒക്കെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എങ്കിൽ ഇപ്പോൾ 13ാമത്തെ വയസ്സ് മുതൽ UP സ്കൂൾ പ്രായത്തിലൊക്കെ കുട്ടികൾ മദ്യം നുണയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ 31% ആളുകളും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം മദ്യപാനികളാണ് എന്നാണ്. ഈ രാജ്യത്തിന്റെ ഹ്യൂമൻ റിസോഴ്സിലെ 31% മദ്യപാനികളാണ് എന്ന്. അതിൽ സ്ത്രീകൾ 20%, പുരുഷന്മാർ 40%-ഓളമാണ് എന്നാണ്. 15 വയസ്സിന്റെയും 64 വയസ്സിന്റെയും ഇടക്ക് 17 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാള് ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും. 15 വയസ്സിന്റെയും 74 വയസ്സിന്റെയും ഇടയിലുള്ള 17 ആളുകൾ അങ്ങാടിയിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ അതിൽ ഒരാൾ ലഹരി ഉപയോഗിച്ചിരിക്കും എന്നാണ് കണക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലാ പോകുന്നത്. ലഹരിയുടെ വിവിധ മുഖങ്ങളും അതേപോലെ തന്നെ എല്ലാ ലഹരിയിലേക്കും ചിന്മകളിലേക്കും എത്തിക്കുന്ന മദ്യത്തിന്റെ വ്യാപനവും. കേരളത്തിൽ പ്രതിദിനം ഡെയിലി ഒരു ദിവസം കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ കണക്ക് 6 ലക്ഷം ലിറ്ററാണ്. 6 ലക്ഷം ലിറ്ററാണ് ഒരു ദിനത്തിൽ മലയാളികൾ അകത്താക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഐക്യരാഷ്ട്രസഭയുടെ സന്ദേശം എന്ന് പറയുന്നത് എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാണ്. എവിഡൻസ് ഈസ് ക്ലിയർ അഥവാ തെളിവുകൾ, കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അപകടം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രചാരം നേടിയിട്ടുണ്ട്. ഇനി അത് വ്യക്തമാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് ലഹരികളും അതിന്റെ വ്യാപനത്തിന്റെ ആധിക്യവും. എന്നാൽ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാൽ ഇനി നിങ്ങൾ പ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കണമെന്നാൽ
എങ്ങനെ അതിനെ പ്രതിരോധിക്കാമെന്ന് നമ്മുടെ ആത്മീയ ബോധം കൊണ്ട് പ്രതിരോധിക്കണം. നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതകൾ നമ്മൾ തിരിച്ചു പിടിക്കാൻ കഴിയണം. നമ്മുടെ മക്കളുടെ പഠനങ്ങളെ ഒബ്സർവ് ചെയ്യാൻ കഴിയണം. അവരുടെ സൗഹൃദങ്ങളിലൂടെ അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ് എന്നാൽ കൂട്ടുകാരൻ യുക്തിവാദിയാണ് എങ്കിൽ മെല്ലെ മെല്ലെ അവന് യുക്തിവാദിയാകും. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ലിബറലിസ്റ്റ് ആണ് എങ്കിൽ നമ്മുടെ മക്കൾ ലിബറലിസ്റ്റുകളായി മാറും. നമ്മുടെ മക്കളുടെ കൂട്ടുകാര് ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളും ലഹരി ഉപയോഗിക്കുന്നവരായി മാറും. അൽ മർഉ അലാ ദീനി ഖലീലിഹി. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ചങ്ക് ബ്രോസ്, നമ്മുടെ മക്കളുടെ സൗഹൃദങ്ങൾ ആരാണ് എന്ന് അറിയാനുള്ള അവകാശം രക്ഷിതാക്കൾക്കുണ്ട്. ആ അവകാശത്തെ ഉത്തരവാദിത്ത ബോധത്തോടെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും സൈക്കോളജിക്കലായി മക്കളുടെ പാരന്റിങ് നിർവഹിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഇത്തരം തിന്മകൾക്കെതിരെ കുടുംബസമേതം നമ്മൾ ഇറങ്ങിത്തിരിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ് ആയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, സമൂഹത്തിൽ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ എന്നെയും എന്റെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമെന്നാണ്. അതേപോലെ തന്നെ എന്തൊക്കെ തിന്മകളുണ്ടോ അതിനെതിരെ നിലകൊള്ളുകയും വേണം. നമ്മുടെ മക്കളുടെ ഉപബോധ മനസ്സിൽ ഈ ലഹരിയും പോർണോഗ്രഫിയും ഇത്തരത്തിലുള്ള അസാൻമാർഗിക കാര്യങ്ങളുമൊക്കെ വലിയ തിന്മയാണ്, അനാവശ്യമാണ്, അടുക്കാൻ പാടില്ലാത്തതാണ് എന്ന ചിന്ത അവർക്ക് കിട്ടണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കൈപിടിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ സദസ്സുകളിൽ പങ്കെടുക്കണം, അതിന് നേതൃത്വം കൊടുക്കണം. അപ്പൊ മക്കൾക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരിക്കലും അടുക്കാൻ പാടില്ലാത്ത മാലിന്യമാണ് എന്ന്. അതുകൊണ്ട് ആ കാര്യം അതല്ലാതെ ആരെങ്കിലുമൊക്കെ അത് നിർവഹിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലരും നിർവഹിക്കാത്തതിന്റെ പേരിൽ സ്വസ്ഥ സമ്പൂർണമായി ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇത്തരത്തിലെ കെടുതികളിൽ ചെന്ന് അകപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും കണ്ണു തുറക്കണം. ഇനിയും ഇത്രയധികം അപകടങ്ങളും സമൂഹത്തെ അസ്വസ്ഥമാക്കുന്ന സംഗതികളൊക്കെ ഉണ്ടായിട്ട് പോലും ബാറുകൾക്ക് പെർമിഷൻ കൊടുത്ത് അതിനെ വ്യാപകമാക്കി തീർത്ത് ഇനിയും അങ്ങനെ കൊടുത്ത് ഒന്നുമല്ലാത്ത കോലത്തിൽ മുഴുക്കുടിയന്മാരാക്കി മലയാളികളെ മാറ്റുന്ന പ്രവണതയിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ബാറുകളൊക്കെ അനുവദിക്കുന്നതും മനുഷ്യർ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അതിന് പെർമിഷൻ കൊടുത്ത് വരുമാനത്തിന് വേണ്ടി ആ സാധ്യതകൾ ആരായുന്നതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നഷ്ടമാണ് അത് മുഖാന്തരം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഇങ്ങനെയൊക്കെ പോകട്ടെ എന്നതുകൊണ്ടാണ്. അവിടെയും പൗരസമൂഹമാണ് രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ പ്രതികരണം അറിയിക്കേണ്ടത്. ഇങ്ങനെ പല വിധത്തിലാണ് ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത്. അതാണ് ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മക്കെതിരെ, അനാവശ്യങ്ങൾക്കെതിരെ നാവുകൊണ്ട്, അതല്ലെങ്കിൽ പിന്നെ കൈകൊണ്ട്, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ തിന്മയെ വിഭാടനം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുക എന്നത് ഈമാനിന്റെയും ഇസ്ലാമിയത്തിന്റെയും ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ.